പ്രിയമുള്ളവരെ, അങ്ങനെ ബഹ്റൈൻ മൂന്നാമത്തെ ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ 3 ദിവസവും ഞാൻ എപ്പോഴും പറയും പോലെ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങളും ഒരുപാട് ആളുകളും പുറത്ത് ഒരു മിസൈലിനെ അറ്റാക്ക് ചെയ്യാൻ, ബഹ്റൈൻ്റെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിനെ വീഡിയോ എടുത്ത് മറ്റുള്ള ആളുകൾ മിസൈൽ ഇതാ വന്ന് മിസൈൽ വീണെന്ന് പറയുന്നത് പേടിപ്പിക്കാന്നല്ലാതെ. പിന്നെ അതേപോലെ ജുഫേർ ഏരിയയിൽ കഴിഞ്ഞ ദിവസം ജുഫേറിലേക്ക് പോകാൻ പറ്റുന്നില്ല, ആർക്കും ഫോണ് പോലും വിളിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ഓരോരുത്തർ പറയും, നമ്മളൊക്കെ കേട്ടു. പക്ഷെ ഇവിടെ ഒരു വിഷയമില്ല. ഇപ്പോൾ ഇവിടെ സമയം എത്രയായി? 2:30 മണി. ഈ സമയത്ത് പോലും നമ്മൾ എൻ്റെ കൂട്ടുകാരൊക്കെ വാതൽ കപ്പ് ചീരിയലും അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ലാൻഡ് ഐസ്ക്രീമിലൊക്കെ നല്ല ഐസ്ക്രീം കച്ചവടവും നല്ല കറക്ക് ചായ എല്ലാം കുടിക്കണമെങ്കിൽ ഇപ്പം അങ്ങോട്ട് ചെന്നാൽ അവരോട് ചോദിച്ചാൽ മതി. ഒരു ബുദ്ധിമുട്ട് എവിടെയില്ല. ഒരു പ്രശ്നങ്ങൾ ബഹ്റൈനിൽ ഇപ്പം ജനങ്ങൾക്കില്ല. ഇന്നൊക്കെ സുഖസുന്ദരമായിട്ട് ഈ സമയത്തൊക്കെ 2:30 മണിക്ക് എല്ലാവരും കിടന്നുറങ്ങുകയാണ്. പിന്നെ ഇന്ന് നാട്ടിൽ എയർപോർട്ടിലൊക്കെ ചെന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ വളരെ വിഷമട്ടോ. കാരണം ഈ ചാനലുകാർ ഇതെല്ലാം കാട്ടിക്കൂട്ടുമ്പോൾ എൻ്റെ മക്കൾ ഇവിടെ എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർ ഇവിടെ എത്തിയില്ലല്ലോ, ഇവരൊക്കെ ഇവിടെ എത്തി, അവർക്ക് നമ്മളെ വേണ്ട ബാക്കിയുള്ള ആളുകൾക്ക് എത്ര വിഷമം ഉണ്ടാവും. എന്തൊരു കാട്ടിക്കൂട്ടിലാണ് പത്രക്കാർ നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇവിടുന്ന് എന്തോ രക്ഷപ്പെട്ടെങ്കിൽ അവിടെ എത്തിയ മാതിരിയാണ് നിങ്ങളൊക്കെ കാണിക്കുന്നത്. ഇവിടെ എന്ത് പ്രശ്നമുള്ളത്? ഒരു വിഷയവും ഇവിടെ ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല. എല്ലാവർക്കും ഒരു ദിവസം നമ്മൾ കൊറോണ ഒക്കെ വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചിരുന്നു. റൂമിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ഒരാളെ തൊടാൻ പാടില്ല, പിന്നെ എത്ര വട്ടം നമ്മൾ കൈ കഴുകണം, കാല് കഴുകണം. ഇതിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിവിടെ എത്തിയില്ലേ. ഇതേ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പാഠമായിട്ടാണ് വന്നത്. ഇനിയും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഇതൊക്കെ പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ കുടുംബക്കാരെ പറഞ്ഞ് പേടിപ്പിച്ച്. എൻ്റെ ഉമ്മയൊക്കെ ഞാൻ വിളിച്ച സമയത്ത് ഉമ്മക്കൊക്കെ ഉണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ. എൻ്റെ മോനെ ഇങ്ങനെ വിളിച്ചല്ലോ, ഇന്നലെ ഞാൻ വിളിച്ചില്ല അമ്മന, ഇന്ന് ഞാൻ വിളിച്ച്. അപ്പം നമ്മളെ വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മളെ ഓർത്തുകൊണ്ട് ഭയങ്കര വിഷമത്തിലേക്ക് അവരൊക്കെ. നമ്മൾ ഓരോരുത്തരും നമ്മളെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമ്മൾ ആരെയും അറിയിക്കരുത്. ഈ മിസൈലൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കലൊക്കെ നിർത്തിയിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാവരെയും അറിയിക്കാം. ഓക്കെ.